Hello, welcome back to our channel Logithree. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടീനേജ് സ്കിൻ കെയർ ആണ്. സ്പെഷ്യൽ അല്ല, ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് കാണിക്കാൻ വേണ്ടി പോണത്. ഇതിപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചും കൂടെ സംസാരിക്കാൻ വേണ്ടി പോണത് ഈ ഒരു ടീനേജേഴ്സിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേറ്റ് നിങ്ങൾ എന്നെയും നമ്മുടെ ഒരു ചാനലൊക്കെ ഫസ്റ്റ് ടൈം ആണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബെല്ലൈക്കൻ വരുന്നില്ലേ, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പ്രസ് ചെയ്താലേ ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസ് എന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പം ഈ ഒരു ടീനേജ് ആ ഒരു ഏജിലാണ് നിങ്ങൾക്ക് അറിയാം പിമ്പിൾസ് ഒക്കെ നന്നായിട്ട് വരാം. ചിലർക്ക് മാത്രം കേട്ടോ, ചിലർക്ക് ഒരു ഇഷ്യൂസും ഇല്ല. ഇപ്പോൾ ടീനേജ് ആണെങ്കിലും അല്ലെങ്കിലും സ്കിന്നിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷെ കൂടുതൽ പേർക്കും ഈ ഒരു ടീനേജ് ആ ഒരു ഏജിലേക്ക് കയറുമ്പോഴാണ് മുഖത്തുള്ള ഒരു സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരാറുള്ളത്. പിമ്പിൾസ് വരിക, അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് വരിക, ചെറിയ ചെറിയ തരി പോലെയൊക്കെ. ഇപ്പം കവളിൻ്റെ അവിടെ ആണെങ്കിൽ എനിക്ക് അങ്ങനെയായിരുന്നു, കവളിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വലിയ വലിയ പിമ്പിൾസും അതുപോലെ തന്നെ നെറ്റിയിലൊക്കെ ആണെങ്കിൽ ചെറിയ തരി പോലത്തെ പിമ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം അന്നൊന്നും ഈ ഒരു യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്സ് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഇപ്പം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെയാണ് എല്ലാവർക്കും അറിയാം. പണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എല്ലാവരും പറയും പച്ചമഞ്ഞൾ തേച്ചാൽ മതി, അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇല തേക്കുക, അതൊക്കെ തന്നെയാണ് അന്ന് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ രക്തചന്ദനം തേക്കുക, ആ ഒരു സ്കിൻ കെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേരും ഇപ്പോൾ നാച്ചുറൽ DIYs ഒക്കെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിൽ കുറച്ച് ഒരു എന്താ പറയുക, രണ്ട് കാര്യങ്ങളോട് ഉൾക്കൊണ്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഹിമാലയൻ്റെ ഫേസ് വാഷ് മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാനിത് കാണിക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ടീനേജേഴ്സിന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള കുട്ടിയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അവർ യൂസ് ചെയ്തിട്ട്, ആ ഒരു കുട്ടി യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫേസ് വാഷും അതുപോലെ തന്നെ സ്ക്രബും നീം പാക്കും വരുന്നുണ്ട്. ഇത് ഹിമാലയൻ്റെ ആണ്. അത് യൂസ് ചെയ്ത സമയത്ത് ആ ഒരു പിമ്പിൾസിനൊക്കെ കുറവ് വന്നിട്ടുണ്ട്. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റേഞ്ചാണിത്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ അമൃതവാവ് കിടക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ അവർ പഠിക്കുന്ന സമയമായിരിക്കും. ഇങ്ങനെ പോക്കറ്റ് മണി ഒന്നും ഇപ്പോൾ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉണ്ടാവും വെച്ചാൽ ഇൻകം ഏൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് റേറ്റ് കൂടിയ പ്രൊഡക്റ്റ് ഒന്നും അവർക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ കാണിക്കുന്നതാണെങ്കിൽ അത് കുറച്ച് റേറ്റ് കൂടിയ സംഭവങ്ങളായിരുന്നു. ആ ഒരു എന്താ പറയുക, അമൃതിൻ്റെ ഒക്കെ അല്ലെങ്കിൽ വാവിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ആണെങ്കിൽ റേറ്റ് കൂടുതലാണ്. ഈ ഒരു 3 കിറ്റും കൂടെ വരുമ്പോഴത്തേക്കും ഈ ഒരു എന്താ പറയുക ഹിമാലയൻ്റെ 3 കിറ്റിനും കൂടെ ആകെ റേറ്റ് എന്ന് പറയുന്നത് 215 രൂപയാണ്. അതൊരു ഓഫറിലൂടെ വെട്ടി കുറച്ചിട്ട് 190 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു കിറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചാണ് ഈ ഒരു ഹിമാലയൻ്റെ കേട്ടോ. കാരണം മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് റേറ്റ് കുറവാണ്. 190 ശരിക്കും തോന്നുന്നു. ആമസോണിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓഫറിന് കൂടെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 190 രൂപ നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നില്ല ഓൺലൈനിലാകുമ്പോൾ കേട്ടോ. കടയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു 190 രൂപ തന്നെ പേ ചെയ്യേണ്ടി വരും. അപ്പം ഇതാണ് ആ ഒരു സ്കിൻ കെയറിലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നാച്ചുറൽ DIYs ഒക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. ഇതിൽ 3 സംഭവങ്ങളാണ് വരുന്നത്. അതായത് ഹിമാലയൻ്റെ ഫേസ് വാഷ് വരുന്നുണ്ട്, നീം ഫേസ് സ്ക്രബ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നീമിൻ്റെ പാക്കും വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ 3ൻ്റെ പർപ്പസ് എന്താണെന്ന് പറയാം. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആണ്. എഫക്റ്റീവ്ലി കൺട്രോൾസ് ആക്നെ ആൻഡ് പിമ്പിൾസ്. യൂസ് ട്വൈസ് എ ഡേ ടു വാഷ് എവേ യുവർ സ്കിൻ ട്രബിൾസ്. അതായത് നമ്മുടെ പിമ്പിൾസ് അല്ലെങ്കിൽ മറ്റുള്ള സ്കിൻ ട്രബിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവർ ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഫേസ് വാഷ് ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഞാനാണെങ്കിലും ഈ ഒരു ഫേസ് വാഷ് മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഈ ഒരു പാക്കും അതുപോലെ തന്നെ സ്ക്രബും ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വാങ്ങിയപ്പോഴാണ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് വാഷ് മിക്കവാറും എല്ലാവർക്കും അറിയാം. നമുക്കിത് ഇവർ പറയണു 2 ദിവസം മതി, പക്ഷെ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു വൈകുന്നേരം നമുക്ക് ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിമാലയ പ്യൂരിഫൈങ് നീം സ്ക്രബാണ്. എക്സ്ഫോളിയേറ്റ് ബ്ലാക്ക് ഹെഡ് ആൻഡ് അതർ റൂട്ടഡ് ഇംപ്യൂരിറ്റീസ്. യൂസ് ട്വൈസ് എ വീക്ക് ഫോർ എ ക്ലിയർ പ്രോബ്ലം ഫ്രീ സ്കിൻ. അതായത് ഇത് ചെറിയ സ്ക്രബിൽ ചെറിയ ആ ഒരു തരിതരി പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും അതുപോലെ തന്നെ അത് എന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഒരുപാടായിട്ട് കളയുന്നൊന്നുമില്ല, പക്ഷേ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് തന്നിട്ട് ഫേസിൽ നന്നായിട്ട് ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനത് ഒരു തവണ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിമാലയ പ്യൂരിഫൈങ് നീം പാക്കാണ്. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തിട്ട് അടുത്ത് ഉപയോഗിക്കേണ്ടതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഇത് ഡീക്ലൻസസ് ആൻഡ് റിമൂവ് ആക്നെ കോസിങ് ബാക്ടീരിയ. യൂസ് ട്വൈസ് എ വീക്ക് ഫോർ ക്ലിയർ ആൻഡ് പ്യുവർ സ്കിൻ. ഈ 3 കാര്യങ്ങളും
വീക്ക്ലി 2 ടൈംസ് ആണ് ഒരു ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബും പാക്കും വീക്ക്ലി 2 ടൈംസ് യൂസ് ചെയ്യാം. ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല. പിന്നെ എല്ലാ സ്കിന്നിനും എല്ലാ പ്രൊഡക്റ്റും എന്താ പറയുക സ്യൂട്ടബിൾ ആവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ നമുക്ക് പറ്റുന്നുണ്ടോയെന്ന്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു 2 പ്രൊഡക്റ്റും കൂടെ യൂസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആ ഒരു എന്താ പറയുക പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്നൊക്കെയാണ് പറയണത് ഈ ഒരു ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു 3 എണ്ണം വരുന്ന ഒരു കിറ്റാണ് കേട്ടോ. ഇനി ഇത് യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ഫേസിൽ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മളിതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ 3 എണ്ണം വരുന്നുണ്ട്. ഇതാണ്ടോ നമ്മുടെ ഫേസ് വാഷ്, അതായത് സ്ക്രബ്, പിന്നെ അതുപോലെ തന്നെ ഇതാണ് ആ ഒരു പാക്ക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേസ് വാഷ് ആണ്. ഇതുപോലെ കണ്ടോ ഇങ്ങനത്തെ സംഭവം കാണാൻ രസമുണ്ട് അല്ലേ. അത്യാവശ്യം എന്താ പറയുക നമുക്ക് ആ ഒരു എല്ലാ സ്കിന്നിലെ കാര്യങ്ങളും ഈ ഒരു 3 സംഭവം കൂടെ നടക്കൂട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നില്ല. എനിക്കൊരു മോയ്സ്ചറൈസറും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണമെന്നില്ല. പിന്നെ അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് അറിയാലോ. ഇതെടുത്തിട്ട് ഞാൻ എടുത്തപ്പോഴത്തേക്കും കുറച്ച് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഫേസ് ജസ്റ്റ് ഇവിടെ നിന്ന് വെറ്റാക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് ഫേസിൽ ഒന്ന് വെള്ളമാക്കിയതിന് ശേഷം ഈ ഒരു ഫേസ് വാഷ് ഇതുപോലെ കുറച്ച് കയ്യിലെടുക്കുക. നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. അതിനുശേഷം മുഖത്ത് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. കണ്ണിൻ്റെ അടിയിലൊക്കെ ആയിട്ടും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മൾ ഫേസ് വാഷൊക്കെ പിന്നെ കുളിക്കുമ്പോൾ വിഷയമല്ല, അല്ലെങ്കിൽ ജസ്റ്റ് മുഖം മാത്രം കഴുകിയാൽ മതി, പാക്കൊന്നും അല്ലല്ലോ. അപ്പം ഇതുപോലെ എൻ്റെ പുരികൊക്കെ ഉണ്ടാവും. കണ്ണ് എഴുതാത്തത് കൊണ്ടാണ് കേട്ടോ എനിക്കൊരു ഡൾനെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കും പനി പിടിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ എന്താ ക്ഷീണം. എനിക്ക് കണ്ണ് എഴുതിയില്ലെങ്കിൽ മുഖത്ത് ക്ഷീണം തോന്നും. ഇതുപോലെ നമ്മൾ ഫേസ് നന്നായിട്ട് ഇതാക്കാം കേട്ടോ. ഇവിടെ നിന്നിട്ട് നമ്മൾ നോർമലി കഴിയുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു പതയൊക്കെ വരും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കണേ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ആക്കിയിട്ട് ഇനി എന്തായാലും ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. എന്തായാലും ഞാൻ പോയിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ശരി കേട്ടോ. ഇതുണ്ടോ നമ്മൾ ആ ഒരു മുഖത്തുള്ള ഡേർട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടാകും. പൊടിയോ അല്ലെങ്കിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഹിമാലയൻ്റെ നീം ഫേസ് സ്ക്രബാണ് വിത്ത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആണ്. ഇത് നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കാം. എന്നിട്ട് കണ്ടോ ഇതൊരു വൈറ്റ് കളറിൽ ചെറിയ ചെറിയ ഗ്രാനുൾസ് പോലെ വരുന്നുണ്ട്. ഇതുണ്ടോ ഇതുപോലെ നമ്മൾ കുറച്ച് കയ്യിലേക്ക് എടുക്കുക. ഇതിൽ എന്താ ഒരു ഓറഞ്ച് പോലത്തെ ഒരു പച്ച പോലത്തെ ഒരു കുത്ത് പോലെ കാണും കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു തരിതരി കേട്ടോ, എന്നാലും ഉണ്ട്. ഇതുണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിത് ഫേസിലേക്ക് ഇങ്ങനെ വെച്ചതിന് അല്ലെങ്കിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം ഫുള്ള് വെള്ളം നമ്മളിങ്ങനെ ഭയങ്കര വലിച്ച് തുടച്ച് കളയണ്ട കേട്ടോ. ഒന്ന് ഡ്രൈ ആക്കിയാൽ മതി. ഡ്രൈ ആക്കാനല്ല, ഒന്ന് ഒപ്പിയെടുത്താൽ മതി. അതിനുശേഷം എന്താ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെ അപ്വേർഡ് മോഷനിലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മൂക്കിൻ്റെ പോർഷനിൽ, അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ, നെറ്റിയിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ആ ഒരു എന്താ പറയുക എല്ലാ ഡേർട്ടും, ഇപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് പോർസിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള എല്ലാ ഡേർട്ടും പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം റിമൂവ് ആവും കേട്ടോ. ഒരു തരി നമുക്കറിയാം സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഭയങ്കര ഉരതി ചെയ്യാൻ വേണ്ടി പാടില്ല. മെല്ലെ മൈൽഡായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ഒരു മൂക്കിൻ്റെ ഏരിയയിലൊക്കെ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2 മിനിറ്റെങ്കിലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ചിലപ്പോൾ ചെറിയ രീതിയിലൊരു നീറ്റൽ, കുഞ്ഞു രീതിയിൽ, എനിക്ക് ചെറുതായിട്ട് അറിയുന്നില്ല എന്നാൽ ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞു നീറ്റൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്തായാലും പോയിട്ട് ഈ ഒരു സംഭവം കൂടെ ഫേസിൽ നിന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ഒരു സ്ക്രബിങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫേസ് ഒക്കെ കണ്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ പാക്കിൻ്റെ കളർ നമ്മൾ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഒക്കെ ആ ഒരു പച്ച കളറാണ് കേട്ടോ. ഇതുണ്ടോ ഇതുപോലെ എടുത്തിട്ട് ഒരൊച്ചയൊക്കെ വരുന്നുണ്ട് ഇതിന്. ഇതുപോലെ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് നമുക്ക് അങ്ങനെ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ വെക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ആഴ്ചയിൽ 2 തവണയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആര്യവേപ്പിൻ്റെ ചെറിയ മണം കിട്ടുന്നുണ്ട് നമുക്ക്. ഇത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓവറായിട്ട് ചെയ്തില്ലെങ്കിലും ഇത് നമുക്ക് വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് സ്ക്രബ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് മെല്ലെ മെല്ലെ ഒന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ഗുണം കിട്ടും കേട്ടോ.
അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ മെല്ലെ മെല്ലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്തായാലും ചെറുതായിട്ട് ഇങ്ങനെ ഇതും കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പുകച്ചിൽ അറിയാം കേട്ടോ. അത് ആ ഒരു സ്കിന്നിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക സൈനാണ്. ഇപ്പോൾ നമ്മൾ മഞ്ഞളൊക്കെ യൂസ് ചെയ്താലും സ്കിന്നിനൊരു നീറ്റിൽ വരാറുണ്ട്. അപ്പോൾ ആര്യവേപ്പ് നമ്മൾ അരച്ചിട്ടാലും ചിലർക്ക് വരാറുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു ചെറിയ പുകച്ചിൽ തോന്നുന്നുണ്ട്. എൻ്റെ ഓയിലി സ്കിന്നാണ് കേട്ടോ. എന്താ ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ യൂസ് ചെയ്യുന്ന നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പാക്കിന് 20 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ആ ഒരു സ്ക്രബും അല്ലെങ്കിൽ പാക്കും ഫേസിൽ നിന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാം കേട്ടോ. കാരണം ചെറിയൊരു നീറ്റിൽ നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകുമ്പോൾ നല്ല ഒരു സുഖം തോന്നും. അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസർ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു മോയ്സ്ചറൈസർ ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ. ഇതാണ് ഈ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഓക്കെ, 3 കാര്യങ്ങളാണ് വരുന്നത്. അപ്പം അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ടീനേജേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. ഈ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചാൽ കടലപ്പൊടി അല്ലെങ്കിൽ പയറുപൊടി ഉപയോഗിച്ചിട്ട് രാവിലെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഓക്കെ, ഫേസ് വാഷ് ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. വേറെ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കടലപ്പൊടി പയറുപൊടി നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നാച്ചുറൽ ഫേസ് വാഷ് പൗഡറിനെ വീട്ടിലുണ്ടാക്കാമല്ലോ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് രാവിലെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ആര്യവേപ്പിൻ്റെ സ്കിൻ കെയർ ആണെങ്കിൽ നമുക്ക് ആര്യവേപ്പിൻ്റെ ഇലയിട്ടിട്ട് തിളപ്പിച്ച വെള്ളം അത് നമ്മൾ ആ ഒരു ഇലയൊക്കെ മാറ്റിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറ്റും. അത് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ടോണറാക്കി യൂസ് ചെയ്യാം. അത് ഫേസിൽ നന്നായിട്ട് നമുക്ക് ടോണർ പോലെ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് അലോവേര ജെൽ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്കിൻ കെയർ കംപ്ലീറ്റ് ആക്കാം. ഇനി പാക്കിൻ്റെ കേസാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക ആര്യവേപ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ കറ്ററ വേണ്ട ജെല്ലോ അതുകൂടെ അരച്ചെടുത്തിട്ട് ഒരു പാക്ക് പോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കടലപ്പൊടി ആണെന്നോടാണ് ഫേസ് വാഷ് ചെയ്യുന്നെങ്കിൽ എക്സ്ട്രാ നമ്മൾ വേറെ സ്ക്രബിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ DIYs ഒക്കെയാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നമ്മളെ ചാനൽ ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല കേട്ടോ. കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടബിൾ ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏതാ പറ്റുന്നതെന്നുള്ള കാര്യം നമുക്കേ അറിയുള്ളൂ കേട്ടോ. കാരണം അത് യൂസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഓരോ പാക്കിൽ പറയുന്ന സമയത്തും അതൊക്കെ നിങ്ങളുടെ സ്കിന്നിനെ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളത് യൂസ് ചെയ്താലേ അറിയുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിച്ചിട്ട് നിങ്ങൾക്ക് ആ സെയിം റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് എന്നാൽ മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഫേസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു പോർഷനിലായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്ത് മാത്രം കുറച്ച് ദിവസം അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേറെ കാര്യം ഒരു പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അത് നിങ്ങൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കത് സ്കിന്നിന് പറ്റില്ലെങ്കിൽ അത് പിന്നീട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ടീനേജർ സ്കിൻ കെയർ റൂട്ടീൻ, അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ഒരു ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് വാച്ചിങ്. ടാറ്റാ ബൈ.